you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. സാറ് ഓക്കെ അല്ലേ? അല്ല, നമ്മുടെ ഇതുവരെയുള്ള ഒരു കാര്യവും നമ്മൾ പ്ലാൻ പ്രകാരം നടന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. സാറ് ഓക്കെ ആണല്ലോ അല്ലേ? സാർ നമ്മുടെ ഗ്യാങ്ങിനെ കൊണ്ട് പറ്റുന്ന അടുത്തോളം നമ്മൾ നോക്കുന്നുണ്ട് എല്ലാത്തിനും. പക്ഷേ അവർ ഒരുപടി മുമ്പേ മുഴുവൻ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഓ ആണല്ലേ? നമ്മളെ ഗ്യാങ്ങിനെ കൊണ്ട് പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്ത് അല്ലേ? നീയൊക്കെ എന്തോ നാട്ടിയിട്ടാടാ പിന്നെ ഞാൻ ഇവിടെ തോറ്റു ഉണ്ടാക്കിയിരിക്കുന്നേ. നീയൊക്കെ കുറെ ആട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. വല്ലതും ചെയ്തിരുന്നെങ്കിൽ മനസ്സറിഞ്ഞു എന്നാ ഇങ്ങനെ ഞാൻ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഉണ്ടാക്കിയെന്ന് വന്ന് പറയാൻ വന്നിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, വിഷയമല്ല. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന മക്കളെ കൊന്നിട്ടായാലും അതല്ല എനിക്ക് തന്നെ വേണം. അവളെ എൻ്റെ പിറകെ മണത്തും കൊണ്ട് പേപ്പട്ടിയെ പോലെ കുറേ എണ്ണത്തിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവളിനി തല കീഴാൻ നിന്നാലും ഒരു മയിലും കണ്ടുപിടിക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞതല്ല അതുപോലെ ചെയ്യാൻ നോക്ക്. പിന്നെ ആ ഫ്രാൻസിസിനെ വിളിച്ചിട്ട് എവിടെയാ അവന്മാരെ കൊണ്ട് പൂത്തി വെച്ചേക്കുന്ന അവിടം വരെ ഒന്ന് പോവാൻ പറ. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ വല്ലതും പറഞ്ഞെന്നും പറഞ്ഞ എൻ്റെ മക്കളെ കൊല്ലുമെന്നല്ല, അവന്മാരെ എനിക്ക് വേണം. എൻ്റെ പടയാളികൾ, അതായത് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നായക്കളായിട്ട് അവന്മാരെ എനിക്ക് വേണം. 4 വേണം. ആ ഓക്കെ സാർ, ഞാൻ ഫ്രാൻസിസിനെ വിളിച്ച് പറയുന്നതായിരിക്കും. എന്നാ ശരി സാർ, ബൈ. ഏത് മനുഷ്യൻ സമാധാന തരത്തിലാണ് പന്നി. ഇതൊക്കെ ഇനി ആ ലെവിൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്ക് അവനും അവൻ്റെ ഏട്ടന്മാരും കൂടെ ഇനി എന്തൊക്കെ കോപ്പ് കാണിച്ചു കൂട്ടുമുണ്ട് ദൈവത്തിന് മാത്രം അറിയും. ഫ്രാൻസിസ്, ഇന്നല്ലേ പിള്ളേരുടെ അടുത്തോട്ട് സൈൻ വാങ്ങാൻ പോകുന്ന ഡേറ്റ്? താൻ ഓക്കെ ആണല്ലോ അല്ലേ? താനെ പോവല്ലോ? വൈ നോട്ട് മാഡം, ഞാൻ പൊക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മാഡത്തിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാ ഫ്രാൻസിസ് പൊക്കോട്ടെ മോളെ. അവൻ പോയി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് വരട്ടെ. നമ്മളിനി പിടിച്ചു നിർത്തി സമയങ്ങളുണ്ടല്ലോ. ഫ്രാൻസിസ് ഒരു കാര്യം ചെയ്യും, പൊക്കോ. പിന്നെ എല്ലാവരെയും സൈൻ വാങ്ങാൻ മറക്കരുത്. ശരി എന്നാ. ഇല്ല സാർ, ഞാൻ എല്ലാവരെയും സൈൻ വാങ്ങിച്ചിട്ട് വരത്തുള്ളൂ. അപ്പം മാഡം ഞാൻ ഇറങ്ങുമോ? എന്തിനാ മോളെ? ഇപ്പം മക്കളെ സൈനിന്റെ യാതൊരു ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ അവ ഒരു ചതിയനാണെന്ന് അറിഞ്ഞിട്ടും മക്കളുള്ള സ്ഥലത്തോട്ട് അവനെ പറഞ്ഞു വിടുന്നേ? ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കി. മക്കൾക്ക് അത് ആപത്താവത്തില്ലേ? ആവുമായിരിക്കാം. പക്ഷേ എനിക്കൊന്ന് ഉറപ്പിക്കാന്, സ്റ്റീഫൻ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്? എനിക്കറിയാം മോൾ എന്ത് ചെയ്താലും അതിനൊരു ഉദ്ദേശവും കാണും, ഒരു ലക്ഷ്യവും കാണുന്നു. പക്ഷേ മക്കളുടെ ലൈഫ് വെച്ച് നമുക്ക് കൂടുതൽ കളിക്കാൻ പറ്റില്ല. സ്റ്റീഫന്റെ കണ്ണി ചോരങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോള് നേരത്തെ പറഞ്ഞ പോലെ മക്കളെ എന്തും ചെയ്യും. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, മക്കളവൻ തൊടത്തില്ല എന്ന്. അവൻ ഇമോഷണലി മക്കളുമായിട്ട് ഭയങ്കര അറ്റാച്ചാണ്. അതുകൊണ്ട് പക്ഷെ എന്തെങ്കിലും അവൻ്റെ ആ ഒരു മൈൻഡ് മാറിക്കഴിഞ്ഞാൽ മക്കൾക്ക് ആപത്താണ്. അതുകൊണ്ട് ആരെയും സൂക്ഷിക്കണം. എന്തായാലും മോളുടെ കൂടെ എല്ലാത്തിനും അഗസ്റ്റിനി ചായം കാണും. അത് ഇച്ചായൻ്റെ വാക്കാണ്. അതെനിക്കറിയാം ചായ. സണ്ണി എനിക്കെന്തേലും പറ്റിയ സണ്ണിയോട് ഈ ചായ ഇതെല്ലാം പറയണം. സണ്ണി ചായനോട് ഇതൊന്നും ഞാൻ തുറന്നു പറയാത്തതിന് ഞാൻ സോറി പറഞ്ഞു കൂടി പറയണം. ഞാൻ എന്നാ പോവാ. എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞു? എന്താ കാര്യം? എന്താ? അവരെ രണ്ടുപേരെ അടിച്ച് പിരിക്കുന്ന കാര്യം സംസാരിക്കാനാണെങ്കിൽ എന്നോട് നീ സംസാരിക്കണമെന്നില്ല. എനിക്കതിന് താല്പര്യമില്ല. പിന്നെ നീ ആയിട്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് അത് സമ്മതിക്കത്തുമില്ല. വേറെ വല്ലതും ആണെങ്കിൽ പറ, ഞാൻ കേൾക്കാം. നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. എനിക്ക് അവർ രണ്ടുപേരെ അടിച്ച് പിരിപ്പിക്കണമെന്നൊന്നും ഇപ്പൊ ആഗ്രഹമില്ല. അവരെ സ്നേഹിച്ചതല്ലേ, അവരങ്ങ് സ്നേഹിച്ചോട്ടെ.
ഞാനിനി ഒന്നിനും ഇല്ലെന്ന് പറയാൻ വന്നതാ. അവരോട് അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും. അത് നിനക്ക് മാത്രമേ ഇതെല്ലാം അറിയാവൂ. അതുകൊണ്ട് നിന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പോ ശരി. ആ അതാ നിനക്ക് നല്ലത്. ശരി. പൊന്നുമോളെ സിൻഡ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നിന്റെ പോക്ക് അങ്ങോട്ടാണെന്നും എനിക്കറിയാം. നിന്റെ ആ കുരുട്ട് ബുദ്ധിയും കൊണ്ട് പണ്ട് സ്കൂളിൽ ചെയ്ത് അത് തന്നെ ചെയ്യാൻ നീ പോയി കഴിഞ്ഞാൽ സ്കൂളല്ല ഇത്, അവിടെ കണ്ട ആൾക്കാരും അല്ല ഇത്. നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാനും വരുന്നില്ല. എന്തോന്ന് വെച്ചാൽ ചെയ്ത് കൂട്ടിക്കും. എന്താ കാശി, എന്തേലും വേണോ? എനിക്കല്ലല്ലോ വേണ്ടേ, നിനക്കല്ലേ. അടക്കാൻ പറ്റാത്ത ഫീലിങ്സും എൻ്റെ നിന്ന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് എന്നിട്ടെന്താ നിനക്കൊന്നും വേണ്ടേ? 2 ദിവസം കഴിഞ്ഞല്ലോ. ഞാൻ നിനക്ക് തരാത്തോണ്ടാണോ അതോ നിനക്ക് വേണ്ടാത്തോണ്ടാണോ നീ അത് എൻ്റെ നിന്ന് എടുക്കാത്തത്? അതിന് നേരെ നിൽക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓഹോ, അതെങ്ങനെ നേരെ നിൽക്കും? നീ എന്നോട് ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നത്? ഭിത്തിയിലും അടുക്കളയിലും ഉള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചു നിർത്തിയിട്ട് ഇതുപോലെ അടുത്ത് വന്നിരുന്ന് ഹോട്ടായിട്ട്. സോ ലൂക്ക, നിനക്ക് വേണ്ടാത്തോണ്ടാണോ അതോ ഞാൻ തരാത്തോണ്ടാണോ എടുക്കാത്തത്? അത് നീയല്ലേ പറഞ്ഞ ടൈം വേണമെന്ന്. എനിക്ക് ഇപ്പോൾ ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ നിനക്ക് ടൈം വേണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ മൈൻഡ് ചെയ്യാത്ത. ഞാനങ്ങനെ പറഞ്ഞാൽ നീ പിന്നെ എൻ്റെ അടുത്ത് വരത്തില്ലേ? എനിക്ക് 2 ദിവസമായിട്ട് ഒരു കിസ് പോലും തന്നില്ലല്ലോ ലൂക്ക നീ. നിൻ്റെ ആ ഫോഴ്സ്ഡ് കിസ് അതെനിക്ക് ഒരുപാട് മിസ് ചെയ്തായിരുന്നു. അത് ഞാൻ കരുതി നീ ഞാൻ കാണിക്കുന്നതിലൊന്നും കംഫർട്ടബിൾ ആയിരിക്കില്ലെന്ന്. അത് പിന്നെ നീയായിട്ട് ഓക്കെ പറയുന്നവരെ വരണ്ടെന്ന് വിചാരിച്ചേ. ഓ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്തല്ലേ ഉള്ളത്? എനിക്ക് ഓക്കെയാണ്. സോ നീ ഇപ്പോൾ എനിക്കൊരു കിസ് തരുമോ? അതോ റൂമിൽ പോയി ഇതിന് വലുത് നമുക്ക് ചെയ്യാം? കാശി, ഇത് ലിവിങ് റൂമാണ്. സണിച്ചാനോ ആരെങ്കിലും വന്നാൽ നിനക്കല്ലേ എൻ്റെ ബ്രദേഴ്സിനെ എല്ലാവരും പേടി പ്രശ്നമാവെന്ന് പറഞ്ഞ്. ഇപ്പം എന്താ നിനക്ക് പേടിയില്ലേ കാശി? അത് ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് പേടിയല്ല. നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ്, അല്ലാണ്ട് അവർ കാണുമെന്നുള്ള പേടിയല്ല. വേണ്ടി വന്നാൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കുക. അവരെ മുമ്പ് വെച്ച് നിന്നെ പലതും ഞാൻ ചെയ്യും. അതിനുള്ള ധൈര്യമൊക്കെ കാശിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ ഐ നീഡ് 1 കിസ്. അത് തരാതെ ലൂക്ക നീ ലിവിങ് റൂമോട്ട് വെളിയിൽ പോകത്തില്ല. കാശി, ഞാൻ റൂമിലോട്ട് വരാം. നമുക്ക് അവിടെ നിന്ന് ഞാൻ എത്ര കിസ്സോണ് തരാം? ഓഹോ, അപ്പം നിനക്ക് കിച്ചണിലും തോന്നുന്ന സ്ഥലത്തൊക്കെ പിടിച്ചു വെച്ച് പലതും ചെയ്യും. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അതെവിടുത്തെ നിയമോ ലൂക്ക? അല്ല കാശി, നീ വെറുതെ എൻ്റെ കൺട്രോൾ കളയരുത്. നിനക്കറിയാം, നിന്നെക്കാളും ഇക്കാര്യത്തിൽ പരമച്ചറ്റയാ ലൂക്ക. സോ നീ മാറ്. നമുക്ക് പിന്നോട് റൂമിൽ നിന്നായ പോരെ? ഐ ടോൾഡ് യു ഐ നീഡ് 1 കിസ്. അത് തന്നിട്ട് മതി. റൂമിൽ പോയി ബാക്കി എന്ത് ഇപ്പം നിനക്ക് തരാൻ പറ്റുമോ ഇല്ലേ? ഓക്കെ ഫൈൻ, തരാം. നീ തരണമെന്നില്ല, ഞാൻ തന്നെ എടുക്കാം. എനിക്കും ഫോഴ്സ്ഡ് കിസ് അറിയാം.
ആ ഇത് കൊള്ളാലോ, പുതിയ കളിക്കുള്ള സാധനം കിട്ടിയല്ലോ. അമ്മയെ കെട്ടിയവനും മോനും തമ്മിൽ മുടിഞ്ഞ പ്രണയം. ഫ്രാൻസിസിന്റെ കണ്ണില് ഉടക്കാത്തതായിട്ട് ഒന്നുമില്ല മക്കളെ. ഇതങ്ങും ഇങ്ങും പറയും ഫ്രാൻസിസ്. പിന്നെന്താ നടക്കാന്ന് നിങ്ങൾ ഊഹിക്കുന്നതിലും വലുതായിരിക്കും. ഇപ്പോ ഏതായാലും പ്രണയ ദമ്പതികള് ഉല്ലസിച്ചു, ഒരുപാട് ഉല്ലസിച്ചു. ഈ ഉല്ലാസം അധികം നാള് ഫ്രാൻസിസ് വച്ച് വഴിപ്പിക്കില്ല. ഞാൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. നടക്കട്ടെ. സണ്ണി സാർ, ഞാൻ എത്തിയായിരുന്നു. ആ കേറുവാ. അല്ല എന്താ ഫ്രാൻസിസ്, ഈശോ ഒരു മുന്നറിയിപ്പ് പോലും തന്നില്ലല്ലോ, ഒന്നും പറയാതൊരു വിസിറ്റ്. എന്താ, എന്തെങ്കിലും പേഴ്സണൽ മാറ്റർ ആണോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യമാണോ? ആ ചെറുതായിട്ട് അത്യാവശ്യം. മക്കളുടെ എല്ലാം സൈൻ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്തൊക്കെയോ പ്രോപ്പർട്ടി ഇഷ്യൂസിന് വേണ്ടിയാ. സ്റ്റീഫൻ സാറ് ഇപ്പൊ 2 മണിഞ്ഞ് ഇറങ്ങിയിരിക്കില്ലേ, അപ്പോൾ പിന്നെ സൈൻ വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. ഓ അവൻ ഇതുവരെ അടങ്ങാൻ സമയമായില്ലേ. ഓ അവളൊന്നും ചെയ്യാനും സമ്മതിക്കത്തില്ല. ഓ എൻ്റെ പെങ്ങൾക്ക് മുഴുത്ത ഭ്രാന്ത, അല്ലാതെ തന്നെ എന്താ പറയുക ഇതിനെയൊക്കെ. ആ ഇങ്ങനെ പിള്ളേരൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. താൻ പോയി സൈനൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ നോക്ക്. അത് ഇവിടെ കിടന്ന് കറങ്ങണ്ട. എനിക്ക് ഈ പറയുന്ന തന്നെ പോലും എനിക്ക് വിശ്വാസമല്ല ഫ്രാൻസിസ്, മുഖത്ത് നോക്കി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ അധികം എൻ്റെ വീട്ടിൽ കിടന്നുള്ള ചുറ്റിക്കളിയൊന്നും വേണ്ട. സൈൻ വാങ്ങിച്ചിട്ട് സ്ഥലം വിടാൻ നോക്കും. ഓക്കെ സാർ, താൻ വിശ്വസിക്കണ്ടോ? ലൂയിസ്, നീ എന്ത് ചെയ്യുക? ഞാൻ ഒരു അരമണിക്കൂറായ റൂമിൽ നിന്ന് പോയിട്ട്, ബട്ട് സ്റ്റിൽ ഐ മിസ്ഡ് യു. എനിക്കിപ്പോൾ താൻ കുറച്ചു നേരം പോലും എൻ്റെ അടുത്തില്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലടോ. എടോ, ഞാനിത് കാശോട് പറയുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല, ഞാനിത് പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ താൻ അവിടെ വരും. താൻ മനഃപൂർവ്വമല്ലല്ലോ വരുന്നത്. ഓ എന്ത് വലിയ ശല്യമായാലും അത് നിനക്ക് തോന്നിയതായിരിക്കും. ഞാനെന്തിനാ മനഃപൂർവ്വം അങ്ങനെ ചെയ്യണ്ടേ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നിനക്ക് തുറന്നു പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ അവനോട് നീ പറയാൻ നിൽക്കുന്ന ടൈമായിരിക്കും എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് നിന്നെ വന്ന് വിളിക്കാൻ തോന്നുന്നു. ആ ടൈം ഞാൻ നിന്നെ വന്ന് വിളിക്കും. അല്ലാണ്ട് ഞാൻ അറിഞ്ഞും കൊണ്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് ഇനി വേണമെങ്കിലും പറഞ്ഞുകൂടെ അവനോട്? അപ്പോൾ സമാധാനമായി. ഞാൻ എന്തൊക്കെയോ അങ്ങ് വിചാരിച്ചു. ലൂയിസ്, ഒരു ഹഗ് തരുമോ? ഓ മോശം, ഇത് വലിയ ശല്യമായല്ലോ. അതെ, ഈ ഹഗും ബാക്കിയുള്ളതൊക്കെ രാത്രി പോരെ. ഇപ്പം എന്തിനാ നിനക്ക് വെറുതെ ഹഗ്? നീ ഇവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയി അത് ചെയ്തിട്ട് വരാവേ. ഇവനെന്തൊരു മാറ്റം പോലെ. എനിക്ക് തോന്നിയതായിരിക്കും. അവൻ ബിസിയല്ലേ. ഞാനൊരു മണ്ടൻ തന്നെ. അവൻ ബിസി ആയിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെയൊക്കെ പോയി ചോദിക്കുന്നത്. ഓ എൻ്റെ പൊന്നബി, ഇനി നീ നിന്റെ തല വെച്ച് ചിന്തിക്കും. അബി, നിങ്ങൾ ഡേറ്റിങ്ങിലാണോ നീയും ലൂയിസും? ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ലൂയിസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഡേറ്റിങ്ങിലൊന്നുമല്ല, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. എന്താ നീ എന്തിങ്ങനെ ചോദിച്ചേ? നീ തെറ്റിദ്ധരിച്ചതാ. ഞാനേ കിച്ചണിലോട്ട് പോട്ടെ. എന്നെ കാശി അങ്ങോട്ട് വിളിച്ചായിരുന്നു. ശരി എന്നാ. മോനെ അബി, നീ എത്ര നാളിങ്ങനെ ഒളിച്ചോടും? എനിക്കറിയാം നീയും ലൂയിസും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണ്. പക്ഷെ ലൂയിസിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇതൊക്കെ നാടകം കളിക്കാന്ന്. അപ്പോൾ നിന്റെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ അവന് മാത്രമല്ല എനിക്കും പറ്റും. നിനക്ക് നൊന്താ അത് കാശിക്ക് നോവും. അത് ഈ സിൻ്റെക്ക് നന്നായിട്ടറിയാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. എന്താ രാമേട്ടാ റൂമിലോട്ട് വിളിച്ച്? എന്താ അത്യാവശ്യമായിട്ട്? അമ്മ വല്ലതും വിളിച്ചായിരുന്നോ? നിന്റെ അമ്മയൊന്നും വിളിച്ചില്ല. പക്ഷേ നിന്റെ അമ്മ എന്താ ഇപ്പോൾ ഫ്രാൻസിസിനെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ? നിന്റെ അമ്മയ്ക്ക് ഓൾറെഡി അറിയാമല്ലോ ഫ്രാൻസിസ് ആണ് എല്ലാം കാണിക്കുന്നത് നിന്റെ ഇടയിൽ കിടന്ന്. പിന്നെ ഇതിന് അവനെ തന്നെ പറഞ്ഞോട്ടെ. നിന്റെ അമ്മ എന്തൊക്കെ മണ്ടത്തര കാണിക്കുന്നത്? ഇനിയിപ്പം ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളതെന്ന് നിന്റെ തന്തയോട് പോയി പറഞ്ഞാൽ അങ്ങേര് ഇവിടെ വന്ന് കൊല്ലാൻ നോക്കത്തില്ലേ? എൻ്റെ പൊന്ന് രാമേട്ടന് അവിടെയാണ് തെറ്റിയത്. സണ്ണിച്ചാൻ്റെ കോട്ടയിൽ വന്ന് ഒരിക്കലും എൻ്റെ അപ്പനത് കാണിക്കത്തില്ല. പിന്നെ പോരാഞ്ഞിട്ട് അമ്മ, എനിക്ക് തോന്നുന്നു അമ്മ ഇത് ഫ്രാൻസിസിന് കൊടുത്തൊരു പരീക്ഷണമാണ്. കാരണം ഇങ്ങോട്ട് പുറത്തുനിന്ന് ഫ്രാൻസിസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ സണ്ണിച്ചായൻ ഏതായാലും ആരോടും പറയത്തില്ല, നമ്മളേതായാലും പുറത്തങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതെങ്ങാണ് അപ്പൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ് പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് അങ്ങ് ഉറപ്പിക്കാം. അതോടെ
അമ്മയ്ക്ക് അമ്മയുടെ കൂടെ നിന്ന് ഒറ്റുന്ന ശത്രു ഫ്രാൻസിസ് ആണെന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കാം. അതിനുശേഷം അമ്മയ്ക്ക് എന്ത് വേണോ തീരുമാനിക്കാം. അതുകൊണ്ട് എൻ്റെ അറിവിൽ അമ്മ അങ്ങനെ ചെയ്യാനേ പ്ലാനുള്ളൂ. അല്ലാതെ അമ്മ അബദ്ധത്തിൽ പറഞ്ഞു വിട്ടായിരിക്കില്ല. അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഫ്രാൻസിസിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് റാമേട്ട അതോർത്ത് തല പോയിക്കണ്ട. ഓ, നീ പറയും പോലെ ഒന്നല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി ഇത് ഏറ്റവും വലിയ റിസ്ക് ഇപ്പം എടുത്തേക്കുന്നത്. ആൻറ്റിയെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാനത് മുമ്പേ ആൻറ്റിയോട് പറഞ്ഞതാണ്. ആൻറ്റി അത് ആൻറ്റിയുടെ ബ്രദറായ സണ്ണി എന്ന് പറയുന്ന അയാൾ അറിയിക്കത്തില്ല, മക്കളെ അറിയിക്കത്തില്ല. പിന്നെ മക്കളെ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാത്തിനും മൂക്കിൻ്റെ തുമ്പത്തല്ലേ മറ്റേത് കയറിയിരിക്കുന്നത്. എൻ്റെ പൊന്നില്ലവനെ നമ്മൾ തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് ആൻറ്റിയുടെ ജീവന് ഒരു ആപത്താണ്. എൻ്റെ പൊന്ന് റാമേട്ടാ, ഇവിടുത്തെ സണ്ണിച്ചായനെക്കാളും 10 ഇരട്ടി മൂത്തതാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ പിടിച്ചിരിക്കണം. ഒറ്റയ്ക്കാണെന്നുള്ള പേടിയൊന്നും അമ്മയ്ക്ക് ഏതായാലും കാണത്തില്ല. അതുകൊണ്ട് അതോർത്ത് റാമേട്ടൻ ദുഃഖിക്കണ്ട. പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് നിൽക്കാൻ നോക്കണ്ട. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്തെങ്കിലും നമ്മളോട് പറയാനോ നമുക്ക് എന്തെങ്കിലും ക്ലൂ തരാനോ ഉണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ടും ഫോൺ വിളിക്കുന്ന പറഞ്ഞു. അതിനാ നമ്മുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ തന്നേക്കുന്നത്. അതായത് നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ. പക്ഷെ ഇപ്പോൾ ഇത് എൻ്റെ പപ്പ അറിയുവാണെങ്കിൽ അത് ഫ്രാൻസിസ് പറഞ്ഞിട്ടാണ്. അതങ്ങ് അമ്മ ഉറപ്പിക്കും. ഏതായാലും അയാൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നേരെ ഇനി അപ്പൻ്റെ അടുത്തോട്ടാണോ അമ്മയുടെ അടുത്തോട്ടാണോ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. വേറെ എവിടെ പോവാൻ? നിന്റെ അപ്പൻ്റെ വാക്യാത്തതിനെ പോയി എല്ലാം ഛർദ്ദിച്ച് കൊടുത്തിട്ടേ നിന്റെ അമ്മയുടെ അടുത്തോട്ട് പോകത്തുള്ളൂ. ഇത് ഞാനാ പറയുന്നത്. അവനെ നിനക്കറിയില്ല. നിന്റെ അപ്പന് ചുക്കോം പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാവാൻ. പക്ഷെ അത് അവൻ്റെ നല്ലതിനല്ല. എൻ്റെ അബിയുടെ അച്ഛനെ അമ്മേനെ വേണ്ടാന്നും പറഞ്ഞില്ലാതൊക്കെ കളഞ്ഞവനാവൻ. സ്റ്റീഫൻ അതിന് കൂട്ടുനിന്നതല്ല, അതായത് നിന്റെ തന്തയ്ക്ക് കൂട്ടുനിന്നതല്ല ഈ ഫ്രാൻസിസാണ്. അതുകൊണ്ട് നിന്റെ മുമ്പ് വെച്ച് പറയാലോ, നിന്റെ അപ്പൻ്റെ അടിവേരളവെന്ന് കണ്ടിട്ടേ ഈ റാം അടങ്ങത്തുള്ളൂ. പിന്നെ എൻ്റെ അനിയാബിക്ക് ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ലൂയിസ് എങ്ങനെയാള്? അതെന്താ പെട്ടെന്ന് ഇച്ചായനെ കുറിച്ച് ചോദിക്കുന്നത്? എന്തായാലും അവിടെ ഇച്ചായൻ പാവമാ. പിന്നെ അവനെന്തെങ്കിലും വാശി വന്നു കഴിഞ്ഞാൽ അത് ജയിച്ചിട്ട് ഇടങ്ങത്തുള്ളൂ. ആ ഒരു കുഴപ്പമുള്ളൂ. അല്ലാണ്ട് ലൂക്കയുടെ അത്ര ദേഷ്യമൊന്നുമില്ല. വാശി ഭയങ്കര വാശിയാണ്. അത് പണ്ടോട്ടേ ഞങ്ങൾ കണ്ടുവരുന്നതാണ്. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവ അത് നേടിയിട്ടേ പോകത്തുള്ളൂ. എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അവ അത് ചെയ്ത് തീർത്തിട്ടേ അതിന് പിന്മാറത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ റാമേട്ടാ? പ്രശ്നമൊന്നുമില്ല. അല്ല, ഫ്രാൻസിസ് ഇപ്പം ഇവിടെ നിന്ന് പോയായിരുന്നു. അയാൾ ഇറങ്ങിയായിരുന്നു. പിന്നെ മാത്യു വിളിച്ചിട്ടുണ്ടായിരുന്നു. റാമേട്ടനെ വിളിച്ചില്ലല്ലോ? എന്നോട് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. മാത്യു പറഞ്ഞത് അപ്പനെന്തോ വേറെ എന്തൊക്കെ പ്ലാൻ ചെയ്യാന്ന്. മാത്യു അവര് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തിട്ടൊന്നും ശരിയായില്ല എന്ന് അപ്പനോട് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ദേഷ്യപ്പെട്ടെന്നും ഒന്നും ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് പിള്ളേർ എവിടെയാണ് കണ്ടുപിടിക്കാനും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രാൻസിസ് അവിടെ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെന്നുള്ള കാര്യം അപ്പന് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ മാത്യു ആകെ ടെൻഷനില്ല. എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചു. എന്ത് ചെയ്യാൻ? ഇത്രയും തടിമെടുക്കുള്ള ഈ ആമക്കൾ അയാളെ കടിച്ച തിരിച്ചടിക്കാത്ത കുറെ പട്ടികളെയും കൊണ്ടുവന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ലൂക്കയൊക്കെ ഒന്ന് ഇറങ്ങിയോണ്ടല്ലോ, ഇവനൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതോർത്ത് പേടിക്കണ്ട. അവന്മാരെ നോക്കാൻ അവന്മാർക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോൾ മാഡത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ. അവിടെ ആരുമില്ല. അഗസ്റ്റിൻ സാർ മാത്രമേ ഉള്ളൂ. മാഡം ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും വന്നാലും കാട്ടിനകത്ത് കിടക്കുന്ന നമ്മളൊന്നും അറിയത്തുമില്ല. ലൂക്കയോടെങ്കിലും എല്ലാം പറയായിരുന്നു. ഇച്ചാൻ എന്തൊക്കെയോ അറിയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് സംശയത്തിൻ്റെ മേലിൽ കുത്തിവെച്ച കുറച്ച് സംസാരമൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഞങ്ങേർക്ക് വല്ല അറിയാമോ എന്തോ അതും എനിക്കറിയത്തില്ല. അറിയില്ല. ചിലപ്പോൾ ലൂക്കയുടെ പെട്ടെന്നുള്ള മാറ്റം ഇതൊക്കെ കൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാ കാര്യത്തിലും എല്ലാ സൈഡിൽ നിന്നും നമ്മൾ സൂക്ഷിക്കണമല്ലോ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം. പിന്നെ യവന്മാരോട് പറയാൻ സമയമായെന്ന് തോന്നുമ്പോൾ പറയാം. നമ്മളെ കൊണ്ട് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ ലൂക്കയോടും ലൂയിസിനോടൊക്കെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അബി അല്ല, പിന്നെ ലൂയിസ് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇതെന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നമില്ല. അവൻ ചെറുതായിട്ട് വാശി കൂടുതലുള്ള ആളാണ്, അല്ലാതെ വേറൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ റാമേട്ടാ? എന്നാ പറ, ഷെയർ ചെയ്താൽ തീരുമല്ലോ. ഞാൻ ഇടപെടാം. പ്രശ്നമൊന്നുമില്ല. അപ്പൊ ശരി എന്നാ, അധികം സംസാരിക്കണ്ട. ആരെയും കണ്ടാൽ ഇനി അത് മതി. ഡൗട്ട് തോന്നാനായിട്ട് ഞാൻ പോവാ. സാർ, ഞാൻ പറഞ്ഞ സത്യവാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുണ്ടതാ. സാറിൻ്റെ മോനും മാഡം ഇപ്പൊ കെട്ടിയിരുത്തിയിരിക്കുന്നില്ല ഒരുത്തൻ, അവനും കൂടെ അവിടെ നിന്ന്
കിസ് ചെയ്യുന്നു. അതിലും വലുതൊക്കെ അവിടെ നടന്നെന്നാണ് എൻ്റെ ഉദ്ദേശം. സാറേ, ഇതിൻ്റെ അർത്ഥം അവൻ പണം ആഗ്രഹിച്ച് തന്നെ വന്നതാണ്. അമ്മേനെയും മോനെയും ഒത്തു വച്ചുകൊണ്ടിരിക്കാൻ അവൻ്റെ പ്ലാൻ. സാറിൻ്റെ മോനെ സാറിന് നഷ്ടമാവുന്നതിന് മുമ്പേ പ്രതികരിക്കുന്നതല്ലേ നല്ലത്. ഒന്ന് തീരുമ്പോൾ ഐ നോ, എനിക്കറിയാലോ ഫ്രാൻസിസേ, ഇതിങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. സ്വത്തൻ്റെ കയ്യിൽ കിട്ടുന്ന താമസം. എൻ്റെ മക്കളെ എനിക്ക് വേണം. പക്ഷെ കാമുകനില്ലേ, അവളെ ഇപ്പോഴത്തെ മറ്റവൻ, അവനെ എനിക്കൊന്ന് കാണണം നല്ല പോലെ. അവൻ്റെ ലൈഫിൽ അവനെ കിട്ടാത്തതായിരിക്കും ഞാൻ അവന് വേണ്ടി ഒരുക്കി വയ്ക്കാൻ പോകുന്നത്. അതെ സർ, സണ്ണീൻ്റെ അടുത്ത പിള്ളേരുള്ളത്. പിന്നെ പോരാഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല അവിടെ നടക്കുന്നത്. ലൂയിസും ഈ വന്ന് നിൽക്കുന്ന ചെറുക്കൻ്റെ അനിയനുമായിട്ട് വേറെ എന്തോ ബന്ധമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ അവനും ലൂക്കായിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പിന്നെ എന്നെ ഒരു നേരം പോലെ സണ്ണി അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളായിരുന്നു. ഫ്രാൻസിസ്, അഭിറാം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവനെ കൊണ്ട് എനിക്ക് വേറെ കുറേ ആവശ്യങ്ങളുള്ളതാണ്. പിന്നെ സണ്ണി, അവനെ നമ്മൾ സൂക്ഷിക്കണം. അവൻ ഈ കളിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ എല്ലാം തീർക്കണം, എല്ലാം അവസാനിപ്പിക്കണം. കാരണം അവൻ ഈ കളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കളിക്കാൻ പറ്റൂല. അവൻ അസുരനാണ്, അസുരൻ. പെങ്ങന്മാർക്ക് വേണ്ടി ഏതറ്റവും പോകും. എന്നിട്ട് അവൻ ഇതുവരെ അറിഞ്ഞൂടാ അവൻ്റെ പെങ്ങളെ കൊന്നത് ഞാനാണെന്ന്. പക്ഷെ ഈശ, അവള് വാതുറന്ന അവ അതറിയും. അവള് വാതുറക്കാതെ നോക്കേണ്ടതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. പിന്നെ സ്വത്ത്, അതൊക്കെ ഞാനുണ്ടാക്കിയതാ കഷ്ടപ്പെട്ട്. അതൊക്കെ ഞാൻ തന്നെ നേടിയെടുക്കുകയും ചെയ്യും. അതിനി എന്ത് ചെയ്തിട്ടായാലും, അവളെ കൊന്നിട്ടായാലും. സാർ, അപ്പം ഞാനിത് ഇഷാമേമിനോട് പറയണോ? ലൂക്കയുടെയും ആ കാശിയുടെയും ബന്ധം അതോ പറയേണ്ടതാണോ സാർ പറഞ്ഞു തരുന്നത്? പറയണം. അത് പറയാതിരിക്കരുത്. അവള് തകരുന്നത് എന്നെ കണ്ണുകൊണ്ട് കാണണം. പിന്നെ എൻ്റെ മോനെ എങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയാം. അതിന് അവള് തുനിഞ്ഞിറങ്ങേണ്ട ആവശ്യമില്ല. അവളാ പുതിയ വരത്ത ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവനെ രക്ഷിക്കാൻ നോക്കട്ടെ. എൻ്റെ മോനെ എങ്ങനെ അതിൽ നിന്ന് ചാടിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും സണ്ണിയുടെ വീട് വരെ പോകുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ പുതിയ ഭർത്താവിനെ കാണാനായിട്ട്.